NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അല്പസമയത്തിനകം തൃശ്ശൂരിലെത്തും. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ബൈക്ക് റാലി ഉൾപ്പെടെയുള്ളവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം വലം വെച്ചുള്ള പ്രകടനവും നടക്കും. റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുക്കുക. BJP ഓഫീസിന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏതായാലും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ്. സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നതിനായുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂരിൽ ഉയർന്നു കേട്ട ഒരേ ഒരു പേര് സുരേഷ് ഗോപിയുടേതായിരുന്നു. അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ സജീവമായി നടത്തിക്കൊണ്ടുവരികയാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പ്രതീക്ഷിച്ച ഒരു പേര് തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ ഉയർന്നു വന്നത്. ഏതായാലും പ്രവർത്തകരുടെ ഒരു വലിയൊരു ആവേശം അവിടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. വിശദാംശങ്ങൾ മനോജ്. രാജീവ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. നിരവധി പ്രവർത്തകരാണ് സുരേഷ് ഗോപിയെ സ്വീകരിക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ബൈക്ക് റാലിയും തുടർന്ന് ഈ വടക്കുംനാഥ ക്ഷേത്രം വലം വെച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയും ഉണ്ടാകും. അതിനുശേഷം സമാപന സമ്മേളനവും ഉണ്ടാകും. എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ശുഭപ്രതീക്ഷയോടുകൂടിയാണ് തൃശ്ശൂരിലെ ഓരോ ജനതയും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്. കാരണം അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്നത്. ഈ മൂന്നാം തവണയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും. എല്ലാവരും ഒന്നടങ്കം ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നത്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രചരണങ്ങളിലും മോദിയുടെ ഗ്യാരണ്ടി മുൻനിർത്തിയുള്ള പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള തൃശ്ശൂർക്കാരുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയമായി മാറുമെന്ന് തന്നെയാണ് ഓരോരുത്തരും വിശ്വസിക്കുന്നത്. നമ്മളോടൊപ്പം ഓരോ പ്രവർത്തകരും ചേരുകയാണ്. എങ്ങനെയുണ്ട് അദ്ദേഹത്തിനുള്ള വലിയൊരു സ്വീകരണമാണ് ഇവിടെ ഒരുക്കുക? തീർച്ചയായും തൃശ്ശൂരത്തെ ജനങ്ങൾ സുരേഷ് ഗോപിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇത്തവണ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ്. അത് ഇവിടെ നിന്നുള്ള MP ആയിട്ട് സുരേഷ് ഏട്ടൻ തന്നെ ആയിരിക്കും. അതിലൊരു സംശയം വേണ്ട. ആ കാര്യത്തിലൊന്നും ഒരു പ്രവർത്തകർക്കും സംശയമില്ല, സാധാരണ ജനങ്ങൾക്കും സംശയമില്ല. അതിനൊരു ജാതി മതം ഒരു ഭേദമില്ല, വർണ്ണഭേദമില്ല. അതെല്ലാവർക്കും ഉറപ്പാണ്. സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചിരിക്കും. നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിരിക്കും. തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസം തന്നെയാണ് ഓരോ പ്രവർത്തകർക്കുമുള്ളത്. ഈ ഒരു സ്വീകരണം ഒരുക്കാനായി ഇവിടേക്ക് നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളും സുരേഷ് ഗോപി ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്ത് തോന്നുന്നു, ഈ ഒരു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായുണ്ടോ? ഞാൻ സജീവമായിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ. ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയെ ഇവിടുന്ന് ഞങ്ങൾ യാത്രയാക്കും. ഇനി അടുത്ത് വരുന്നത് ഒരു സ്വീകരണം കേന്ദ്രമന്ത്രിയെ യാത്രയാക്കാനായിരിക്കും. തീർച്ചയായും അവരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ അമ്മമാരും എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ കാണാനാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ BDJSൻ്റെ വൈസ് പ്രസിഡന്റ് ഞങ്ങൾ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ളതാണ് സുരേഷ് ഗോപിയെ. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ഇപ്പോൾ NDA ആണല്ലോ. BJP BDJS അങ്ങനെ ഘടകകക്ഷികളൊക്കെ ഒരുമിച്ചാണ്. സുരേഷ് ഗോപിയെ എങ്ങനെയും നമ്മൾ ജയിപ്പിച്ചിരിക്കും. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി. വ്യക്തിപരമായിട്ടും എന്തെല്ലാം സങ്കടങ്ങൾ, ആർക്കൊക്കെ എന്ത് ദുഃഖങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് ജനങ്ങൾ പരക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ. അതുകൊണ്ട് സുരേഷ് ഗോപിയെ എങ്ങനെയും ഒരു സുന്ദര കേരളം മോദി വിചാരിച്ച ആ ഒരു ഇതിലേക്ക് സുരേഷ് ഗോപി എത്തിക്കും എന്നുള്ള നല്ല ഉറപ്പോട് കൂടിയിട്ടാണ്, ചങ്കൂറ്റത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും BDJSൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ എന്ത് തോന്നുന്നു, ഇപ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ്? ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം വളരെ കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലായിട്ടുള്ള ഒരു റെസ്പോൺസ് ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രബുദ്ധ ജനങ്ങളാണല്ലോ, തൃശ്ശൂർക്കാർ പ്രത്യേകിച്ചും. അപ്പോൾ എന്തായാലും ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയമൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു. തീർച്ചയായും വളരെയധികം പ്രതീക്ഷ തന്നെയാണ്. അതോടൊപ്പം ആവേശം തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കേണ്ടത്. നമുക്കറിയാലോ, 10-60 കൊല്ലമായിട്ട് കേരളം ഇടത് വലത് പാർട്ടികൾ ഭരിച്ചിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത്? ഇവിടുത്തെ വ്യവസായങ്ങൾ പോയി, നമ്മുടെ മക്കളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നു. നല്ല രീതിയിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് ഇവിടെ സാധ്യതയില്ല.
ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ മലയാളികൾ ഉണ്ടാവില്ല. ഇത് ബംഗാളികളുടെയും ഉത്തർപ്രദേശുകാരുടെയും അതുപോലെ തന്നെ വടക്കേന്ത്യക്കാരുടെ നാടായിട്ട് മാറുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ കേരളത്തിന് ആവശ്യം വികസനമാണ്, അടിസ്ഥാന വികസനമാണ് കേരളത്തിന് ആവശ്യം. ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അടിത്തറ ഇടണമെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ട് യോജിച്ചു പോകാതെ യാതൊരു നിവൃത്തിയില്ല. ഇപ്പം നമുക്കറിയാം, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വാക്ക് പാലിക്കാൻ ഒരു നിവൃത്തിയില്ല കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പ്രകടന പത്രിക കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കുടുംബിനികൾക്ക് 2000 രൂപ കൊടുക്കാം, 2500 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് സമഗ്ര വികസനം വേണമെങ്കിൽ, ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള പച്ചക്കറി കഴിക്കണമെങ്കിൽ, ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ, ഇവിടുത്തെ നല്ല ആതുര സേവനം, നല്ല ആശുപത്രികൾ ഉണ്ടാവണമെങ്കിൽ, ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സുരേഷ് ഗോപി 2 തവണ ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടിട്ടും അദ്ദേഹം ഇവിടെ കുറേയധികം കാര്യങ്ങൾ ചെയ്തു. ഇവിടെയുള്ള ജനങ്ങൾ തന്നെ പറഞ്ഞതാണ്. അല്ല, അതൊരു സാമൂഹ്യ പ്രവർത്തകൻ്റെ കടമയാണ്. കാരണം ഇലക്ഷന് നിൽക്കും, തോൽക്കും, ജയിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാലും നമ്മുടെ പൊതുജനങ്ങളോടുള്ള കടമ അദ്ദേഹം മറക്കാറില്ല. ആ കടമ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ചുമതല. അത് അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. തീർച്ചയായും നിരവധി കാര്യങ്ങളാണ് തൃശ്ശൂർക്കാർക്ക് വേണ്ടി സുരേഷ് ഗോപി ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതും. എന്താണോ തൃശ്ശൂരിൽ ചെയ്യേണ്ടത് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്ത് തോന്നുന്നു, ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ സജീവമായി തന്നെ ഉണ്ടോ? ഉണ്ട്. സുരേഷ് ഗോപി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും സ്വീകരണം? എല്ലാവർക്കും ആവശ്യമായിട്ട് തന്നെയാണ് സ്വീകരിക്കാൻ തന്നെ കാത്തിക്കുന്നത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഇലക്ഷൻ ചൂടിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. മറ്റ് 2 മുന്നണികളും ഈ പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. TN പ്രതാപൻ സ്നേഹസന്ദേശ യാത്ര നടത്തുന്നു, VS സുനിൽകുമാർ പര്യടനം നടത്തുന്നു. പക്ഷേ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇവിടെയുള്ള ജനങ്ങൾ സ്വീകരിക്കുക സുരേഷ് ഗോപി തന്നെയല്ല. തീർച്ചയായിട്ടും സുരേഷ് സാർ എന്ന് പറഞ്ഞാൽ ആള് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ജനങ്ങൾ മുഴുവൻ മനസ്സിലും അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെയാണ്. അദ്ദേഹം ഇവിടെ തോറ്റു എങ്കിൽ കൂടെ ഒരുപാട് പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ വിശ്വകർമ്മയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മൾ വിശ്വകർമ്മചരി ഏറെക്കുറെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് വിശ്വകർമ്മചരി മുഴുവൻ സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഒരു കേന്ദ്രമന്ത്രിയെ നമുക്ക് കിട്ടും. ഒരു കേന്ദ്രമന്ത്രി വരുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത വ്യക്തിയാണ്. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ അപ്പോൾ അതിനെ കൂടുതൽ നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു ചിന്താഗതി എല്ലാ വിശ്വകർമ്മചർക്കും വന്നിട്ടുണ്ട്. PM വിശ്വകർമ്മചരി എന്നുള്ള ആ പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി, അത് വിശ്വകർമ്മചർക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ എല്ലാവരും മാറാൻ തയ്യാറായിട്ടുണ്ട്. പൊതുവേ എന്നോട് പലരും പറയുന്നുണ്ട്, ഞങ്ങൾ ഇടതുപക്ഷക്കാരായിരുന്നു, ഇതുവരെ ഇടതുപക്ഷക്കാരായിരുന്നു, പക്ഷേ ഇത്തവണ എന്തായാലും ഞങ്ങൾ ഇടതുപക്ഷത്തിനോട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. കാരണം വോട്ട് പാഴാക്കി കളയില്ല എന്നുള്ള ഒരു സംസാരം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതായത് സുരേഷ് ഗോപി സാറിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹത്തിന് നിഷ്പക്ഷമായുള്ള പ്രവർത്തനം, എല്ലാവരെയും എല്ലാവരും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, ജാതി മതഭേദം എല്ലാവരും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്. അദ്ദേഹത്തിന് ഒരുപാട് അപവാദങ്ങൾ കേൾക്കുന്നത് തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഓരോന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സറിയുന്ന ആൾക്കാർ ഇന്ന് കേരള തൃശ്ശൂർക്കാർ എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇവരൊക്കെ കാപാട്യം മാത്രമാണ്. മറ്റുള്ള രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് കാപാട്യം മാത്രമാണ്. അവരൊക്കെ ഈ പോസ്റ്റ് ഒട്ടിക്കുന്നതിലും ഒട്ടിക്കുന്നതിലും മാത്രം ഒതുങ്ങി കൂടിയേക്കാണ്. കാരണം അവർ അത്രമാത്രം ദുഷ്പേര് കേൾക്കുന്നുണ്ട്, അത്രമാത്രം പ്രവർത്തനം കൂട്ടിവെച്ചേക്കുക അവർ. സുരേഷ് ഗോപിയുടെ വിജയത്തിനായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ഇറങ്ങിയതാണ് ഇത്രയധികം ജനങ്ങൾ. ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ തരത്തിൽ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യസ്നേഹിയും രാഷ്ട്രീയ പ്രവർത്തനം, അതായത് രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ ആമാശയ പ്രവർത്തനമായി വിലയിരുത്തുന്ന ഇടത് പക്ഷവും അതിനോടൊപ്പം തന്നെ വലതുപക്ഷവും തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്. അതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ, ഈ ഇലക്ഷൻ്റെ അതിപ്രധാനമായ ഒരു വസ്തുത. ജനങ്ങളെ ജനസേവനത്തിനായി, രാഷ്ട്രീയം എന്നുള്ള ജനസേവനത്തിനായി ഒഴിഞ്ഞുവെച്ച ഒരു മഹത്വ വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ജനസേവനത്തിന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് അദ്ദേഹം ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടി പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കണം രാഷ്ട്രീയ നേതൃത്വത്തിൽ വരേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വരുന്ന സമയത്ത് ജനങ്ങൾക്കുള്ള സേവനം അവരിൽ നിന്ന് അവരെ കാശ് പിഴിഞ്ഞുകൊണ്ടുള്ള ഒരു സേവനമല്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും ഇന്നേ വരെ ഇത്രയും കാലം MP ആയിരുന്നിട്ട് പോലും 1 രൂപ പോലും സ്വന്തം അദ്ദേഹത്തിന് കിട്ടുന്ന റെമ്യൂണറേഷനിൽ നിന്ന് 1 രൂപ പോലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അത് കാണണം. പിന്നെ നമ്മളോട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ
സുരേഷ് ഗോപി ജയിച്ചു പോയ ഒരു മിനിസ്റ്ററാണ്. അത് ആർക്ക് കിട്ടി? തൃശ്ശൂരിന് കിട്ടി അല്ലേ? ഇവിടെ ഇടതുപക്ഷവും UDF-ഉം ഇവർ രണ്ടുപേരും കൂടി നിന്നാ ഇവരിവിടുന്ന് ഈ കേരളത്തിൻ്റെ ബോർഡർ കണ്ടു കഴിഞ്ഞാൽ ഒന്നാ. ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കണം, ഇടതുപക്ഷത്തിനും UDF-നും വോട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങൾ ചിന്തിക്കണം. ഇവരിവിടെ തമ്മിൽ കശപിശിയ എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഇവരിവിടുത്തെ കാലം ഭരിച്ചിട്ട് എന്ത് നേടി? ഇന്നിവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ ഇല്ലേ, ആരതിന് ഉത്തരങ്ങൾ പറയാനുള്ള അവർക്ക് വായുണ്ട. മുഖ്യമന്ത്രി മിണ്ടാണ്ടിരിക്കുക, പുറത്തിറങ്ങിയിട്ടില്ല. ഉണ്ടാ? പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒരു കമാന്തരക്ഷം പറഞ്ഞിട്ടുണ്ടെന്നവരെ. ഇന്നത്തെ രാഷ്ട്രീയം, ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്താ? അക്രമായി. UDF-ന്റെ രാഷ്ട്രീയം എന്താ? പറയാണ്ടിരിക്കുക ഭേദം അല്ലേ? അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ തെറിഭാഷകൾ മാത്രമേ ഉള്ളൂ. ജനഗണമന എന്താന്ന്, നമ്മുടെ ദേശീയഗാനം എന്താന്ന് പോലും ചെല്ലാൻ അറിയില്ല അവർക്ക് അല്ലേ? ഇതുപോലെ അറിയാത്ത ആൾക്കാരാണ് എന്ത് ഇവിടെ പോയിട്ട് ഇന്ത്യ അല്ലേ, ഇന്ത്യ എന്നുള്ള ഗ്രൂപ്പ്. എന്താ സംഭവം? എല്ലാ അഴിമതികാരുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം തീർച്ചയായും വളരെയധികം ആരോപണങ്ങളാണ്. അതുപോലെ തന്നെ അവരൊക്കെ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം സുരേഷ് ഗോപിയെ സ്വീകരിക്കാനായി നിരവധി പേർ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ബൈക്ക് റാലിയോടുകൂടി ഇന്ന് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും ഒരു റോഡ് ഷോ ഉണ്ട്. അതിലൊക്കെ പങ്കെടുക്കാനായുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് ഓരോ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് BJP-യുടെ കൗൺസിലർമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നമ്മളുടെ അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലുള്ള ആവേശമാണ് ഈ ഒരു പ്രവർത്തകർക്കെല്ലാം BJP-യുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ തന്നെ വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. BJP പ്രവർത്തകർക്ക് വലിയ ഊർജം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഈ ഒരു പ്രചരണത്തിലൊക്കെ മുഴുകിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. അദ്ദേഹം വന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തെയും നയിച്ചു കൊണ്ടിട്ടുള്ള ബൈക്ക് റാലിയും അതോടൊപ്പം തന്നെ ഈ റോഡ് ഷോയും നടക്കും. വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂരിൽ ഈ ഒരു പദയാത്രയൊക്കെ നടക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമാപന സമ്മേളനത്തിലൊക്കെ ജില്ലയിലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതായത് NDA-യിൽ അംഗമായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. അദ്ദേഹത്തിൻ്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം തന്നെയാണ്. അതിനൊരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത്. അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് വികസനം എത്തിക്കാൻ, അതായത് സാധാരണക്കാരിലേക്ക് ഉൾപ്പെടെ വികസനം എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സുരേഷ് ഗോപി. തീർച്ചയായും മനോജ്, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്താൻ ശേഷിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാം. ആ ആവേശം നമുക്ക് ഓരോ പ്രവർത്തകരുടെയും വാക്കുകളിൽ നിന്ന് കേൾക്കാനുമാകുന്നുണ്ട്. ഏതായാലും ആ വാർത്തയിലേക്ക്, സുരേഷ് ഗോപി എത്തുന്ന ആ നിമിഷത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം.